ശരിക്കും ഈ ഒരു സീസൺ പോയി ചെന്നിപ്പോ ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഭയങ്കര ദുരന്തമായിട്ടുള്ള ഒരു ലെവലിലേക്കാണ്. എന്നുവെച്ചാൽ ഇടയ്ക്കുണ്ടായിരുന്ന ആ ഒരു കുൽസിത ട്രാക്ക് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ലെവലിലേക്ക് തന്നെ പോയി വീണ്ടും ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും വിഷമമുണ്ട്. കാരണം ഈ ഒരു സീസണിൽ എന്തുമാത്രം ആരോപണങ്ങളും അപവാദങ്ങളും ഒക്കെയാണ് ഓരോ കണ്ടസ്റ്റൻസ് തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് ഇത്രയധികം ഗെയിം കളിച്ചിട്ടുള്ള ഒരു സീസണും മലയാളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചങ്ങ് കാച്ചുന്നത്. അതും വെറുതെ അങ്ങ് നിന്നങ്ങോട്ട് അടിയാണ്. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് അറിയാം ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ളത്. ദുരന്തമായി മാറിയിരിക്കുകയാണ് ഈ സീസൺ, പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഇത് എങ്ങനെയും കെട്ടിപ്പൂട്ടി അവസാനിപ്പിക്കാന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. അല്ലെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം, ഒരു 20 ദിവസം കൂടി കൂട്ടി അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗ്രാൻഡ് ഫിനാലയുടെ ഡേറ്റ് ഒക്കെ ലാലേട്ടൻ പ്രഖ്യാപിച്ചു. ഇന്നിപ്പോ അനുമോൾക്ക് നേരെ ഉണ്ടായ ആ ഒരു ഗെയിം തന്നെ നമുക്ക് എടുക്കാം. അവിടെ അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നതായിട്ട് കേട്ടിരുന്നു. ഷൈത്തിയും ആദിലാനൂറയുമാണത് പറഞ്ഞതെന്നൊക്കെ കേട്ടിരുന്നു. ഓക്കെ, അത് എനിക്കൊരു തെറ്റ് പറ്റി പോയതാണ്. ഓക്കെ, ആ ഒരു കാര്യം അനുമോൾ അല്ല പറഞ്ഞതെങ്കിൽ പോലും ആദിലെ ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ക്ലെവേജിന്റെ കേസ്. അത് അനുമോൾ അല്ലാതെ വേറെ ആരും അവിടെ പറയില്ല അങ്ങനെ ഒരു കാര്യം. അങ്ങനെ പറയാനുള്ള ഒരു ഒഡാസിറ്റി അവിടെ അനുമോൾക്ക് മാത്രമേ ഉള്ളൂ. അത് എപ്പിസോഡിൽ എവിടെയും തെരഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. BB+ൽ ഒന്നും തെരഞ്ഞിട്ട് കിട്ടിയില്ല. കാരണം അത് ലൈവിൽ നടന്നൊരു സംഭാഷണമാണ്. ആ സംഭാഷണം എടുത്തിട്ട് അതിലെ കട്ടപ്പയാക്കാൻ ശ്രമിക്കുന്നവർ പോലും മറന്നു പോകുന്ന ഒരു കാര്യം അനുമോൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു എന്നുള്ളതാണ്. ഇക്കാലത്തും ഇത്രയധികം സദാചാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഇത്രയധികം സദാചാര വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണല്ലോ അനുമോൾ എന്ന് ഓർത്തിട്ടാണ് ശരിക്കും തൊലി ഒഴിഞ്ഞു പോവുകയാണ്. ഇത്രയധികം ഓരോ മത്സരാർത്ഥികളുടെയും ജീവിതം വെച്ചിട്ട് ഗെയിം കളിച്ചൊരു കണ്ടസ്റ്റന്റ് വേറെ കാണില്ല. അത് അനുമോളെ മാത്രമായിട്ട് ഞാൻ പറയുന്നില്ല, ഈ സീസൺ മൊത്തം അങ്ങനെയുള്ളതായിരുന്നു. പിന്നെ ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം ഷാനവാസ് ആണ്. ക്യൂരിയസ് കേസ് ഓഫ് ഷാനവാസ്. ഷാനവാസ് ഈ പ്രശ്നം നടക്കുമ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു മാറി ഓടുന്നുണ്ട്. ആ ഒരു കാര്യം അത് എടുത്തു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഷാനവാസ് അപ്പാനി ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ഒക്കെ ചെയ്തതാണ് ഇത് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ ഈ ക്ലെവേജിന്റെ ഈ ഒരു കേസ് ആദില ഷാനവാസിനോട് പറഞ്ഞുകൊണ്ടായിരിക്കണം ഈ ഒരു കേസൊക്കെ വെച്ചിട്ട് ഷാനവാസ് ഒരുപാട് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട് അപ്പാനിയെ. അതിന് ആ ഒരു സംഭവത്തിന് ശേഷമാണ് അപ്പാനി ഷാനവാസിനോട് ഒരക്ഷരം പോലും മറുത്ത് പറയാതിരുന്നത്. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഷാനവാസ് ഇതിനകത്ത് ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയ ഒരു കളി കളിച്ച് മിണ്ടാതിരുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഷാനവാസിന്റെ അനുമോളുടെയും കാര്യം. പിന്നെ ഉള്ളത് ആദിലാനൂറയാണ്. ഇവർ ഈ പുൽച്ചാടികൾ ചാടുന്ന പോലെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. പൂമ്പാറ്റയൊന്നും അല്ല ഇവര്, മറ്റേ ചാടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോ പറയുന്നതായിട്ട് കേട്ടിരുന്നില്ല. എനിക്കൊന്ന് മുൻഷിയാണെന്ന് തോന്നുന്നു. പുൽച്ചാടികളെ പോലെയാണ് ഇവർ ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തക്കം കിട്ടുമ്പോ ഷാനവാസ് അനുമോൾ എന്ന് പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുന്ന രണ്ട് ടീംസ്. അവസാനമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കുപ്പത്തൊട്ടിക്കകത്തെ മാണിക്യം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മുതലാണ് അനീഷ്. ഇവർക്ക് ആർക്കും അനീഷിനെ പറ്റി ഒരു വാക്ക് മോശമായിട്ട് പറയാനില്ല എന്നുള്ളതാണ്. അത് അനീഷ് കളിച്ചൊരു ഗെയിമിന്റെ ബ്രില്യൻസ് ആണ്. ഇവർക്ക് ആർക്കും അനീഷിനെ പറ്റി ഒരു വാക്ക് പോലും മറുത്തൊരു അക്ഷരം പറയാനില്ല. അത്രയധികം നീറ്റായിട്ട് അനീഷ് കളിച്ച് മുന്നേറി വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സീസണിൽ നിന്നുകൊണ്ട് ഇവരുടെ എല്ലാവരുടെയും കൺമുമ്പിൽ നിന്നുകൊണ്ട് തന്നെ വളരെ നീറ്റായിട്ടൊരു ഗെയിം കളിച്ച് അനീഷ് ഇവിടം വരെ എത്തി നിൽക്കുന്നു. അപ്പൊ അതൊക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്.